നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമ്മൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. നിങ്ങളെ നോക്കുന്ന വ്യക്തിയിലേക്ക് നോക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുക. നിങ്ങൾക്കായി കാതോർക്കുന്നുവെങ്കിൽ നിങ്ങളും അവരെ കാതോർക്കുക. നിങ്ങളെ ചേർത്ത് പിടിക്കും എങ്കിൽ നിങ്ങളുടെ കരങ്ങളെ നൽകുക. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്നു നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. അത് വായിക്കാൻ ഒരു നിമിഷം മതി, ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി, മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷേ അത് തെളിയിക്കാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകണമെന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. മറ്റുള്ളവരെ കരയിപ്പിച്ചു നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. നമ്മളെ കേൾക്കുന്നവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അവരതിന് വേണ്ട പരിഗണന തരും. അല്ലാത്തവരോട് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഒന്ന് നിർത്തൂ എന്ന് പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് ഒന്നും പറയാതിരിക്കുന്നതാണ്. ആളുകളെ അറിഞ്ഞതിനു ശേഷം സംസാരിക്കുക, അല്ലെങ്കിൽ അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും. ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണം. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. ചില ബന്ധങ്ങൾ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന വെള്ളം പോലെയാണ്. എത്ര കരുതലോടെ ചേർത്ത് പിടിച്ചിട്ടും കാര്യമില്ല, അവർക്കത് മനസ്സിലാവുകയില്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ഞാൻ കരഞ്ഞാൽ എനിക്ക് മാത്രമേ നോവൂ എന്ന് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ കരച്ചിൽ നിർത്തും. നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മെ മനസ്സിലാക്കുമെന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. ഏറ്റവും വലിയ ഗുരുമന്ത്രം ഇതാണ്: ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും.